അപ്പോൾ റീസെൻ്റ്ലി പല പ്രോജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ പാതി വഴിക്ക് വെച്ച് മുടങ്ങി പോവുക അങ്ങനത്തെ ഉള്ളൊരു കൺസ്ട്രെയിൻ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു കൺസ്ട്രെയിൻ ആവില്ല. അതായത് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അതിലിപ്പോൾ നാളെ ഇങ്ങനത്തെ എന്തെങ്കിലും കൺസ്ട്രെയിൻ ഉണ്ടാകും. അപ്പോൾ അതിനെന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ? ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. അതിനാണല്ലോ ഈ റെറ വന്നത്. ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന ആളുടെ കൂടെയാണ് എപ്പോഴും റെറ നിൽക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ഈവൻ നമുക്കെല്ലാം റെറ എടുക്കണം, നമുക്ക് കമ്പനി റെറ എടുക്കണം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി റെറ എടുക്കണം, എങ്കിലാണ് നമുക്കും റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നിലവിൽ ഇപ്പോൾ ഈ റെറ ഉള്ളതുകൊണ്ട് ഏറ്റവും ഉപകാരം കസ്റ്റമേഴ്സിന് തന്നെയാണ്. ഇതിന് പ്രോപ്പറായിട്ടുള്ള പെനാൽറ്റികൾ, അതായത് ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഈ പൈസ ബിൽഡർക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ അത് പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ അത് റെറയും കൂടി ഉൾപ്പെടുന്ന ഒരു അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നത്. സോ അപ്പോൾ ഇത് റെറ ഇതിനകത്ത് ഇൻവോൾവ് ആണ്.